നമുക്ക് ഇത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നേ ഇപ്പൊ ആപ്പാടുള്ളതാ ഇത്രയും പോണ ഡ്രസ്സ് ഞാൻ തേതിടേ 2 ഡ്രസ്സ് അവിടെ പോയി 2 ഡ്രസ്സ് കാണാമല്ലോ ഒരു ജീൻസ് കാണാമല്ലോ കീറിയ ഷർട്ട് വിട്ട് കൊറേ പഴന്തുണി വാരിയിട്ട് നീ പിച്ചിമ്പയൊക്കെ പറയണെന്ത്? നീ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഓക്കെ ആണല്ലോ മാമ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. കണ്ടില്ലേ ഇപ്പൊ ഉള്ളതാ. എന്തുമാത്രം ഡ്രസ് ഉണ്ടായിരുന്ന കേച്ചോന്നറിയോ? ഇപ്പൊ ഒന്നുമില്ല. 1 മാസം മുമ്പ് വരെ രാജാവായിരുന്നു രാജാവ്. ഇപ്പൊ ഇതാണ് അവസ്ഥ. വലിയൊരു കോൺട്രാക്ടറിന്റെയും കമ്പനി മാനേജറിന്റെയും മോനാണ്. എടാ പക്ഷെ നീ ഇട്ടേക്കണ ഷർട്ടും കൊള്ളാം, പിന്നെ അവിടെ കിടക്കണേ കൊള്ളാം. അമ്മ ഈ അവസരം മുതലാക്കി കളിയാക്കല്ലേ കേട്ടാ. എടാ ഇപ്പൊ ഇതൊക്കെയല്ലേ ഫാഷൻ. ഏത് ഇതാ ഈ കീറിയതാ? എടാ ഇത് മാത്രമല്ലല്ലോ 2-3 കൂടെ കാണണമല്ലോ അലമാരിയില്. ഓ അവിടെ ഇരിക്കണം. പോയ ശിവ ശ്രീ, നമ്മുടെ കയ്യിൽ പഴയ വല്ല ടീഷർട്ട് ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷെ എന്റെ കഷം കീറിപ്പോയി. അത് കുഴപ്പമില്ല, ഇവൻ പൊത്തി പിടിച്ച് നടന്നോളും അല്ലേടാ. അമ്മായി ഇപ്പൊ ലച്ചു ചേച്ചിയുടെ കൂടെ കൂടിയതിനു ശേഷം എന്നെ അങ്ങ് താറ്റാൻ മിടിക്കായിട്ടുണ്ടേ. വേണ്ടേ മാമ ഇത് വിലക്കണേ? നീ ഇപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് വിളിച്ച് പറയുന്നുണ്ടേ? അത് വേണ്ടേ അങ്ങ് വിലക്കിക്കോട്ടാ. അങ്ങനെ പറയല്ലേ, ഉടുതുണി ഇല്ലാത്തൊരു യുവാവിന്റെ ആത്മരോധനമല്ലേ കേൾക്കുന്നത്? കരളളിപ്പിക്കുന്ന രംഗമല്ലേ, പരിഹസിക്കാൻ പാടുണ്ടോ? അതെ മാമ, കിഡ്നി ടച്ചിങ്. ഇതാര്? ശൂലംകുടി ബാലചന്ദ്രൻ നമ്പിയാ? അമ്മ കൊച്ചു പിള്ളേരെ വിളിക്കുന്ന പോലെ ഉണ്ട്. അമ്മ എന്താടാ കേശു? മാമ അമ്മ എന്താ ഇങ്ങോട്ട് വന്നേ. എന്ത് കണ്ടാ ഇത് കണ്ടാ? ആ ശിവ, ആ മണ്ണെണ്ണ കുപ്പി എന്ത് ചെയ്യപ്പെട്ട് എടുത്തിട്ട് വന്നേ കത്തിച്ചോളെ. ഓക്കെ അമ്മ ചേച്ചി, അത് അവനെ ഡ്രസ്സ് കൂടുതലായോണ്ടേ ഡൊണേറ്റ് ആയിട്ടിരിക്കണേ. അമ്മായി വേണ്ട കേട്ടാ, അമ്മായിക്കുള്ള ഞാൻ പിന്നെ തരാവേ. ശരി, താങ്ക് യു. എന്റെ അമ്മേന്റെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. അമ്മയുടെ ഇന്ന് ഈ പേരും പറഞ്ഞ് പൈസ മേടിച്ച് വേറെ ഡ്രസ്സ് മേടിക്കാനുള്ള അടവാണ്. പിന്നെ ഇപ്പൊ കൊടുക്കാവന്. ഞാൻ തൂത്തു വരുമ്പോ കട്ടിന്റെ അടിയിൽ നിന്ന് മലമാരുടെ അടിയിൽ നിന്നൊക്കെ ഇവന്റെ ഡ്രസ്സ് പറക്കല എപ്പോഴും. അതിന് ഞാനിപ്പോ ആരോടെങ്കിലും എനിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു തരാൻ പറഞ്ഞാ? ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ അനീതിയൊന്നല്ലോ. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നല്ല, ഒരു ഫാക്ട് പറയുവാണ്. കേശുരി ഇപ്പൊ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് കുറച്ച് മാസങ്ങളായി. അതിവിടെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം അവൻ എന്തുകൊണ്ടും തൃപ്തിപ്പെടുന്നവനാണല്ലോ. അത് തെറ്റ്. ആഹാരം എത്ര കിട്ടിയാലും അവൻ തൃപ്തിപ്പെടാറില്ല. മാമ എടാ നീ വാ, നമ്മൾ പുറത്തോട്ട് വാ. നിനക്ക് എത്ര ഡ്രസ്സ് വേണം? മാമൻ വാങ്ങിച്ചു തരാ. വേണ്ട മാമ, മാമി എനിക്ക് ഡ്രസ്സ് മേടിച്ചു തന്നാലേ അമ്മായി മാമിനെ രാത്രി കടത്തി ഉറക്കൂല. ഡ്രസ് വാങ്ങിച്ചെന്നാ എടേ, കളി വേറെ കാര്യം വേറെ കേട്ടാ. കേശുവേ, ഈ ഡ്രസ്സ് ഒന്നും നിനക്ക് ഇനി ഇടാൻ പറ്റില്ലല്ലോ. ഇത് വേണമെങ്കിൽ വേറെ ഒന്നും ഇല്ല ഇടാൻ. ഏത്? ഇത് മാത്രമേ ഉള്ളൂ ഇടാൻ. ഇടാൻ കൊള്ളൂല, ഇല്ലെന്ന് ഒന്നിനും കൊള്ളൂല. എന്തിനു ചെയ്യാൻ പോണ്? ആ നന്നായി. എന്തിനാ എടാ, അത് കൊള്ളില്ലല്ലോ. ഇടാൻ പറ്റുമായിരുന്നു. അത് കുഴപ്പമില്ല, അതെടുത്തേ കുറച്ച് കീറിക്കോട്, അവ ഇട്ടോളൂ. ഫാഷൻ അല്ലേടാ. പഴയതാണെങ്കിൽ തുണികൾ അങ്ങനെ എടുത്ത് കളയാൻ കൊള്ളാമോ? അവനല്ലേ പറഞ്ഞ അവന് ആവശ്യമില്ലെന്ന്. അപ്പൊ പിന്നെ എടുത്ത്